ഗേസ് വെൽക്കം ബാക്ക് ടു അനാദീസ് വേൾഡ്. ഞാൻ ഇന്നിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഞങ്ങളുടെ ഒരു മീൻ ചുടുവാണ്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചെയ്ത് കാണും, ചെയ്തിട്ടില്ലായിരിക്കാം. നിങ്ങൾക്കിത് ചെയ്യാം, പക്ഷെ നിങ്ങളുടെ കൈയൊന്നും പൊള്ളാൻ നിങ്ങൾ നോക്കുക. എന്താണ്, ഞങ്ങൾ മീനൊക്കെ ഇട്ട് അതിന് വേണ്ട കനലാട്ടോ ഇത് മറ്റൊരു കരിയൊക്കെ ഇട്ട് ചൂടാക്കി കനലാക്കിയതാണ്. അതിന് ഫുള്ള് നമ്മളെന്താണ് ആ മീനിനെ ഫോയിൽ പേപ്പറൊക്കെ വെച്ച് പൊതിഞ്ഞ് അത് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, അതിൻ്റെ അച്ഛനും അതിൻ്റെ പാപ്പനും എല്ലാവരും കൂടെ ഉണ്ട് കേട്ടോ. ഞാനത് കുറച്ചിട്ടു ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ അച്ഛൻ്റെ അത് അതുകൊണ്ട് അറിയാത്തതുകൊണ്ട് എൻ്റെ അച്ഛന് പാത്രത്തിൽ കോരി ഇടുകയാണ്. കാണിക്കാൻ പറ്റില്ല, പാത്രത്തിലെടുത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാണ് എൻ്റെ അച്ഛനും അപ്പനും കുഞ്ഞമ്മയും അമ്മയും ഞങ്ങളെല്ലാവരും ഉണ്ട്. എൻ്റെ ചേച്ചി മേളിലിരിക്കുകയാണ്, ഞാനിവിടെ താഴെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. രാത്രി ടൈമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഇത് ഫുള്ള് ഇത് എന്താണ് ഈ കാണുന്നത് ഫുള്ളും അതിൽ മൂടണം. എന്നിട്ട് എന്താണ് വേറെ സോറി ഗീസ്, എനിക്ക് മസാലയൊന്നും തേച്ചത് എടുക്കാൻ പറ്റിയില്ല. ഇവിടം തൊട്ടുള്ളതാണ് എടുക്കാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, നിങ്ങൾക്ക് ഇതിലിടയ്ക്ക് കേൾക്കാതിരിക്കണം. പക്ഷേ വീഡിയോ ആദ്യം എടുത്തപ്പോഴത്തെ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് കേട്ടോ. അതിന് ക്ലിയർ ചെയ്യാൻ അത്ര നോക്കിയിട്ടും പറ്റുന്നില്ല. അതാണ് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഇടയ്ക്കിടയ്ക്ക് അവർ സംസാരിക്കുന്നതും ഇടയ്ക്ക് ഞാൻ അവരോടെ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. അത് വലിയ കാര്യമൊക്കെയൊന്നും വേണ്ട. ഇപ്പം നമ്മളിത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫുള്ളും കവർ ചെയ്തുകൊണ്ട് രാത്രി ടൈമാണ്. അത് പോതാവുന്നതിൻ്റെ ഒരു പൊടി പോലെയൊക്കെ ഇല്ലേ, അത് നമ്മുടെ ക്യാമറയിലോട്ട് വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ ചുറ്റും നടന്നതൊക്കെ എടുത്ത് കാണിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ അച്ഛനാട്ടോ ഇത്. ഇപ്പോൾ അതിൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ കുഞ്ഞമ്മയും അമ്മയൊക്കെ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. എന്താണ്, നല്ല ചൂടാണ്. എൻ്റെ അടുത്ത് നിൽക്കാനേ പറ്റത്തില്ല, ഇപ്പം ഭയങ്കര ചൂടാണ്. ഞാൻ ഇച്ചിരി നീങ്ങി നിന്നാണ് ഇതിലെടുക്കണ്ടേ, അതുകൊണ്ട് ഇച്ചിരി അടുത്ത് കയറി നിൽക്കുന്നത്. നല്ല ചൂടെടുത്തുള്ള ഇതായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഫുള്ളും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിൽ വേവണം. കുറച്ച് ടൈമൊക്കെ എടുക്കും അത് വേവാനായിട്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും വീഡിയോ എടുക്കാനും. ഞാൻ ഈ പറഞ്ഞ കമൻറ്റിലൊന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യാത്തതെന്താ? ഞാൻ ഓരോ വീഡിയോകളിലും ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, നിങ്ങളാരും കമൻറ്റ് ചെയ്യാറില്ല. ഈ വീഡിയോ നിങ്ങളിത് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. അത് ചെയ്യുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് സാധനം. എനിക്കിത് നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ ഒന്നുകൂടെ ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ എന്താണ് കല്ലൊക്കെ കീറി കിടക്കുന്നത് അടുപ്പിച്ച് ഇടുകയാണ്. കണ്ടോ, അതെല്ലാം ഇട്ട് കഴിഞ്ഞു. എല്ലാം പൊട്ടിയൊക്കെ തെറിക്കുന്നുണ്ട് കേട്ടോ. എനിച്ചിരി നീങ്ങുന്നതാണ് ഈ ഇടിപ്പം എടുക്കുന്നത്. കണ്ടോ, അതിനെ പടക്കമൊക്കെ പൊട്ടുന്ന പോലെ ആണ് ഈ പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ സാധനം വെന്തു, നമ്മൾ എടുത്തോണ്ട് വീട്ടിലോട്ട് പോവുകയാണ്, അകത്തോട്ട് പോവുകയാണ്. സാധനം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് തന്നെ ഓപ്പൺ ചെയ്യണം. ഓക്കെ, അത് ഇതേണ്ട അതാണ് ഇത്രയും വലിയൊരു മീനാണ് കേട്ടോ. ഇത്ര നേരം കണ്ണിൽ കിടന്ന് വെന്തത്. നമുക്ക് ഇതിനെ പൊളിക്കാം. എൻ്റെ പവനും അച്ഛനൊക്കെ ചേർന്നാണ് പൊളിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെയും പവനും അതെ, ഇങ്ങനെയാണ്. നല്ല ചൂടാട്ടോ. ഒരു അലുമിനിയം ഫോയിൽ ഭയങ്കര ചൂടായിട്ടിട്ട് ഇതിൽ വാഴയിലൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചരിച്ച് പിടിച്ചേക്കുന്നത് ഫുൾ മീനെയും കാണാൻ വേണ്ടിയിട്ടോ ഞാൻ ചരിച്ച് പിടിച്ചത്. ഇതെൻ്റെ കൈയാണ്. അപ്പോൾ എനിക്കിതെൻ്റെ കൈയാണ്. ഫുള്ള് ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ കാണാൻ പറ്റും. നിങ്ങൾ ക്യാമറ ചരിച്ച് പിടിച്ചത് കാണാൻ പറ്റും കേട്ടോ. അദ്ദേഹം പൊളിച്ചുകൊണ്ടിരിക്കുവാണ്. കുറേ ലെയർ ഫുൾ ഒരു അലുമിനിയം ഫോയിൽ വാങ്ങിച്ചാൽ ഫുൾ അലുമിനിയം ഫോയിൽ ഇതിൽ ഇതാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ മുന്നേ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ക്യാമറമാനൊക്കെ മാറുന്നുണ്ട്. എൻ്റെ ശിവമാമനാണ് എനിക്കിപ്പോൾ ക്യാമറ പിടിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇങ്ങനെ കേട്ടോ. അടേണ്ട നമ്മുടെ മീൻ വെളിയിൽ വന്നിട്ടുണ്ട്. ആശാൻ്റെ അകത്ത് കിഴങ്ങോ നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, ആശാൻ ഇങ്ങനെയാണ് പിരിക്കുന്നത്. നല്ല മണവും നല്ല ചൂടൊക്കെ ആശാൻ്റെ നമുക്ക് കിട്ടുന്നുണ്ട്. ആശാനെ ഇനി തിന്ന് നോക്കണം. നല്ല രസമല്ലേ ഈ ആശാനെ കാണാൻ. നല്ല വെള്ളം കുറച്ച് വീവിലൊക്കെയാണ് ഈ ആശ കൊണ്ടിരിക്കുന്നത്. ഇതിന് എനിക്ക് കഴിച്ചു നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക.